MTN ന്യൂസ് മലയാളം ടെലിവിഷൻ നെറ്റ്വർക്ക്. വഖഫിനകത്ത് എടുത്തിട്ടുള്ള ഇടതുപക്ഷത്തെ നിലപാട് വ്യക്തമാണ്. ഇടതുപക്ഷം അതിൽ വ്യത്യസ്ത അഭിപ്രായം സ്വീകരിച്ചു മുന്നോട്ട് പോയി. അതല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ആ 2 വേക്കൻസി ഫില്ല് ചെയ്യാമായിരുന്നു. അത് ചെയ്യാതെ നിലപാട് സ്വീകരിച്ച ഇടതുപക്ഷത്തിന്റെ നിലപാട് വ്യക്തമാണ്. ഇവിടെ ഇരട്ടത്താപ്പ് സ്വീകരിച്ചത് മുസ്ലിം ലീഗും കോൺഗ്രസും UDF ആണ്. BJP ആണ് കേരളത്തിൽ ഭരിക്കുന്നതെങ്കിൽ എടുക്കുന്ന ഒരു നിലപാടാണ് ഒരു BJP ഇതര സർക്കാർ വഖഫ് വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അത് കാര്യങ്ങൾ വ്യക്തമാണ്. മുസ്ലിം ലീഗ് അധികാരത്തിന് വേണ്ടിയുള്ള ഇരട്ടത്താപ്പ് നിലപാട് ഇവിടെ പൊതുവെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കേരളത്തിൽ 10 വർഷത്തിന് ശേഷം വീണ്ടും വന്ന പവർ കട്ടും ലോഡ് ഷെഡിങ്ങും അവസാനിപ്പിച്ച് വൈദ്യുതി മേഖലയിലെ മിസ്മാനേജ്മെന്റിന് പരിഹാരം കാണാൻ UDF സർക്കാർ മുൻകൈ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കപ്പെടുകയാണ്. മിസ്മാനേജ്മെന്റ് ആണ് വൈദ്യുതി മേഖലയെ ഈ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചതെന്ന് നമുക്കറിയാം. ചെറിയ വിലക്ക് കർണാടകയിൽ നിന്ന് 9 രൂപ 2 പൈസക്ക് വൈദ്യുതി കിട്ടാനുള്ള സാധ്യത ഉണ്ടായിട്ട് പോലും അത് ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് കർണാടക എന്ന് സാധ്യത ഉണ്ടായിട്ട് പോലും അതിന് തയ്യാറാകാൻ വൈദ്യുതി മന്ത്രിയോ മുഖ്യമന്ത്രിയോ സർക്കാരോ തയ്യാറായിട്ടില്ല. വൈദ്യുതി മന്ത്രി KPCC പ്രസിഡന്റിന്റെ ജോലിയാണ് ഇപ്പൊ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് സമയം മുഴുവൻ ചെലവഴിക്കുന്നത്. കോൺഗ്രസിലെ തമ്മിലടി തീർക്കാൻ KSU സംസ്ഥാന പ്രസിഡന്റും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പ്രശ്നം തീർക്കാനൊക്കെയാണ് ഒരു ദിവസത്തെ പരമാവധി സമയം വൈദ്യുതി വകുപ്പ് മന്ത്രി ഉപയോഗപ്പെടുത്തുന്നത്. അത് KPCC പ്രസിഡന്റിന്റെ പണി ഒഴിവാക്കി കേരളത്തെ പവർ കട്ടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വൈദ്യുതി മന്ത്രി അടിയന്തരമായി ഇടപെടണം എന്ന ന്യായമായ ആവശ്യം ജനങ്ങൾ തന്നെ ഉന്നയിക്കുകയാണ്. ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനം പൊതുവെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഈ 2 മാസം കൊണ്ട് BJP ആണ് കേരളത്തിൽ ഭരിക്കുന്നതെങ്കിൽ ചെയ്യാവുന്ന നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഏറ്റവും അവസാനം വഖഫ് വിഷയത്തിൽ നമ്മളത് കണ്ടു. വഖഫ് വിഷയത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഇരട്ടത്താപ്പ് ഇവിടെ വ്യക്തമായിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ള നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടാണ് വഖഫ് വിഷയത്തിൽ UDF ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. നേരത്തെ നിയമസഭയിൽ ഞങ്ങൾ ഭരിക്കുന്ന ഘട്ടത്തിൽ അവതരിപ്പിച്ച പ്രമേയത്തിന് പിന്തുണ നൽകി നിലപാട് സ്വീകരിച്ച മുസ്ലിം ലീഗും UDFും ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ ഇരട്ടത്താപ്പ് വീണ്ടും വ്യക്തമായിരിക്കുകയാണ്. നേരത്തെ ഈ വന്ദേമാതരം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഴുവൻ ഈരടികളും ആലപിച്ചപ്പോഴും മുസ്ലിം ലീഗ് മൗനം പാലിച്ചു. MG സർവകലാശാലയിൽ സംഘപരിവാർ നൽകിയ ലിസ്റ്റ് വെച്ച് സെനറ്റിൽ ആളുകളെ കുത്തിക്കയറ്റിയപ്പോൾ മുസ്ലിം ലീഗ് മൗനം പാലിച്ചു. PM ശ്രീ വിഷയത്തിലും മുസ്ലിം ലീഗിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമായി. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന ഇന്നലെ രാജിവെച്ച കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ സമരം രൂക്ഷമായ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് നേതാവ് കൂടിയായ വിദ്യാഭ്യാസ മന്ത്രി മിനിഞ്ഞാന്ന് പങ്കെടുത്തു എന്ന് മാത്രമല്ല, ഇനി പങ്കെടുത്തത് പോട്ടെ, നേരത്തെ വിളിച്ച യോഗമാണെന്ന് പറയാം, അതിലൊരു പ്രതിഷേധ സ്വരം പോലും ഉയർത്താൻ മുസ്ലിം ലീഗ് നേതാവ് കൂടിയായ വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാകാതിരുന്നതും പൊതുവെ ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പൊ അധികാരമാണ് വലുത് എന്ന് തെളിയിക്കുന്ന നിലപാടുകളാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും ഈ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. PM ശ്രീ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ അറബിക്കടലിൽ വലിച്ചെറിയെന്ന് പറഞ്ഞ നേതാവ് എന്ന മന്ത്രിയല്ലേ. അറബിക്കടലിൽ ഇങ്ങനെ ഇടക്കിടക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇപ്പൊ ക്ഷീണിച്ചിരിക്കുക. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവരും രാഷ്ട്രീയ പാർട്ടിയല്ലേ. ഹൃദയം പറയും ആധാർ ഗോൾഡ്, കൊണ്ടോട്ടി, പേരാമ്പ്ര, മഞ്ചേരി, ചെമ്മാട്.